വെച്ചുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യുന്നത്? ഒരുപാട് ആളുകൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശത്തെ നിറവേറ്റി കൊടുക്കട്ടെ. ഏതിന്റെ ബർക്കത്ത്? മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ ബർക്കത്ത്. സുബ്ഹാന ജല്ല ജലാലു. ആലോചിച്ചോട്ടാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ ബർക്കത്തെടുക്കാൻ പാടില്ല ആളുകള്. ഹക്ക് ജാഹ് ബർക്കത്ത് ഇതൊന്നും മുൻനിർത്തി ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവർ. സക്കരിയ സലാഹി തന്നെ ഹക്കും ജാഹും ബർക്കത്തും മുൻനിർത്തി ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിന് കളിക്കും. എന്നിട്ട് ഞാൻ AP അബ്ദുൽ ഖാദർ ഒരു പ്രസംഗിച്ച് കളിപ്പിച്ചുതരാം. ഹക്കെന്ന് പറഞ്ഞാൽ അവകാശം. ആർക്കാണ് അള്ളാഹുവിന്റെ വല്ല അവകാശവുമുള്ളത്? ഒരവകാശവും ആർക്കുമില്ല. എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം. ജാഹെന്ന് പറഞ്ഞാൽ പ്രശസ്തി. അള്ളാഹിനെ സൂക്ഷിച്ചിട്ട് പ്രശസ്തി ഉണ്ടാകും. പക്ഷേ ഒരിക്കലും തന്നെ ആ പ്രശസ്തി ദുആയിൽ പറയാൻ റസൂൽ പഠിപ്പിച്ചില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പുരോഗതി. പക്ഷേ ആ പുരോഗതി പ്രാർത്ഥന എടുത്തു പറയാൻ പഠിപ്പിച്ചില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മാത്രം പ്രാർത്ഥിക്കാൻ, ഒരു ഇടയാളന്മാരില്ലാതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹക്കും ജാഹും ബർക്കത്തും എടുത്തു പറയുകയും അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് വാദിക്കുകയും ചെയ്തു. ഹക്ക് ജാഹ് പറഞ്ഞിട്ട് ബർക്കത്താണ് പുരോഗതിക്ക് ബർക്കത്ത് മുൻനിർത്തി ദുആ ചെയ്യാൻ റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. അതാരാ പറയുന്നത്? മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ, ഒരു പ്രഭാഷകൻ. മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ സമ്മേളനത്തിലേക്ക് ദുആ ചെയ്യുക. ഈ സമ്മേളനത്തിന്റെ ബർക്കത്ത് അല്ലാഹു തആല പരിഹരിക്കട്ടെ. ഇതിന് രസമുണ്ട്. ഇത് അദ്ദേഹം സമ്മേളനത്തിലേക്ക് പ്രസംഗിച്ചു. പിറ്റേ ദിവസം സമ്മേളനം ഇന്നലെ കഴിഞ്ഞാൽ ഇന്ന് നമ്മളോട് പ്രസംഗിച്ചു. ഈ ക്ലിപ്പിൽ ഇവരാകെ അന്തം വിട്ട് പഠിച്ചോനെ എങ്ങനെ ഇന്നലെ പ്രസംഗിച്ച് ഇന്ന് ക്ലിപ്പിടാൻ നമ്മൾ പ്രസംഗിച്ചു. നിങ്ങൾ ഈ സമ്മേളനം കൊണ്ട് വലിയ മാറ്റം സൃഷ്ടിച്ചതിന് സന്തോഷമുണ്ട്. നിങ്ങൾ 7ാം സംസ്ഥാന സമ്മേളനത്തിൽ നിർത്തരുത്, പെട്ടെന്ന് തന്നെ 8ാം സംസ്ഥാന സമ്മേളനം വെക്കണം നമ്മൾ ആവശ്യപ്പെട്ടു. ബർക്കത്തൊന്ന് ദുആ ചെയ്തു. അപ്പോഴവർ ചിന്തിച്ചിട്ട് അടച്ചോനെ ഇക്കാര്യങ്ങൾ ബർക്കത്ത് വേണ്ടാറിന്റെ ചെയ്ത് ശരിയായില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? CD ഇറക്കിയപ്പോ ആ ഭാഗം കട്ട് ചെയ്തു. ഞാൻ സമ്മേളനത്തിൽ ബർക്കത്ത് നേരിട്ട് പോയി പിടിപ്പിച്ചെടുത്തതാണ്. കുറെ കഴിഞ്ഞിട്ട് ഇവര് CD ഇറക്കണത്. CD ഇറക്കിയപ്പോ ഞാൻ പിടിപ്പിച്ചത് ക്ലിയർ ഉറവുണ്ട്. കുറച്ച് ക്ലിയറിൽ കിട്ടുമെന്ന് വെച്ചിട്ട് CD വാങ്ങി നോക്കിയപ്പോ ബർക്കത്തിന് കട്ട് ചെയ്തു. ബർക്കത്തോണ്ട് ദ്വാരക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ കട്ട് ചെയ്തത്? പറ്റൂല്ലെങ്കിൽ എന്തിനാ ദ്വാരുന്നത്? രണ്ടാളൊന്നും തെറ്റല്ലേ? ഒന്നെങ്കിൽ വേറെ തെറ്റ്, അല്ലെങ്കിൽ കട്ട് ചെയ്ത്. ഏതാണെങ്കിലും തിരിച്ചിങ്ങോട്ട് പോകാനും കട്ടാനും തെറ്റാൻ കൊണ്ട് പോകാനും ശരിയുള്ളടത്തേക്ക് വേറെ ശരിയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ശരിയായില്ലേ അപ്പൊ തിരിച്ചു പോകാനും. ഏതായാലും നിങ്ങൾ ആദ്യം വേർക്കുന്ന രംഗങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചോളൂ. പദം നടത്തുന്നതുകൊണ്ട് ആദ്യം ഓരോരുത്തരും അവരുടെ മനസ്സിലാക്കുന്നത് പ്രാർത്ഥന. ആ ചില ആളുകൾ നമ്മൾ ഈ സമ്മേളനത്തെ സംബന്ധിച്ച ആളുകൾ ഒരു പ്രതീക്ഷ ആ കഥയിൽ ഞാൻ ഇന്നയില്ല അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എന്റെ പേരോടത്തിന് മറ്റുള്ളവർക്ക് പറയാത്തത് അത്തരം ബുദ്ധിമുട്ടുകൾ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ഈ വയറിലൊക്കെ ഉണ്ടാകുമ്പോഴേ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത അനുഭാവി സംഭാവന. പേരൊന്നും പറയാത്ത എന്റെ പേരൊന്നും പറയാതെ നിങ്ങൾ സമ്മേളനത്തിൽ ദുആ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ കത്തടിക്കും. അദ്ദേഹം പറയാണ് ഈ സമ്മേളനത്തിന്റെ പറയാൻ കുറച്ച് പ്രയാസപ്പെടുന്നു ശ്രദ്ധിച്ചായി സമ്മേളനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അത് ശരിക്കും മുന്നോട്ട് കണ്ട ഇത് കൊണ്ടുള്ള ബർക്കത്ത് ശരിക്കും അവിടുന്ന് പിറ്റേ ദിവസം നമ്മൾ ശരിക്കും ഇവിടെ അവതരിപ്പിച്ചു. കുടുങ്ങിയില്ലേ പറയണേ. ചെയ്യുന്ന ആളുകൾ ഈ സമ്മേളനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അവരുടെ നിർദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാനാകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചാണ് പിന്നീട് ആത്മാർത്ഥമായിട്ട് കത്തിയത്.
ഇനി കട്ട് ചെയ്ത് കാണിച്ചു ശരിക്കും ശ്രദ്ധിച്ചോളി. ആ ഭാഗം മാത്രം ആ സമയത്ത് കാണാൻ ഇപ്പൊ ചാട്ടം കാണാം, പ്രസംഗത്തിൽ പെട്ടെന്ന് ചാട്ടം കാണാം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതിനോട് തെളിവ് ഞാൻ പറഞ്ഞ ചില ആളുകൾ എനിക്ക് കത്തെഴുതി. ആ കത്തെഴുതിയിൽ ഞാൻ ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും പറയാതെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, സമ്മേളനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒന്നിലധികം പേര് ഇതൊക്കെ അവരുടെ ഉദ്ദേശങ്ങൾ ക്ലിപ്പ് ചാടിയല്ലേ. പിന്നെ അവരുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുള്ളൂ. ഏതില്ല വർക്കത്തം വിടുവാൻ അവരുടെ ഉദ്ദേശങ്ങൾ മാത്രം പറയട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന്റെ ഇടയ്ക്ക് വർക്കത്തം കത്തി വർക്കത്തൊന്ന് ദ്വാരക്കാൻ പറ്റുമെങ്കിൽ എന്തിന് കത്ത് ചെയ്തു, പറ്റൂല്ലെങ്കിൽ എന്തിന് സംസ്ഥാന ജനതയ്ക്ക് ദ്വാരം എന്തെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു കാലത്ത് നിസ്കാരാനന്തരമുള്ള ദിക്റുകളും ദ്വാകളും ഒക്കെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പൊ തുടങ്ങുന്ന ദിക്റെല്ലാം തുടങ്ങി. ഈ വാണി നാളെ പറയും, ഞങ്ങൾ നിസ്കാരത്തിന് ദിക്റെല്ലാം പറഞ്ഞിട്ടില്ല, നിങ്ങൾ